കോഴിക്കോട് കോണാട് സ്വദേശിയുടെ അസ്വാഭാവിക മരണത്തിൽ കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് മൃതദേഹം പുറത്തെടുക്കാൻ ഉള്ള നടപടികളിലേക്ക് കടക്കുകയാണ് പോലീസ്. ഹസീമിന്റെ മരണത്തിൽ ദുരൂഹത എന്ന ഭാര്യയുടെ പരാതിയിലാണ് ഈ നടപടി. തോപ്പയിൽ ജുമാ മസ്ജിദിൽ അടക്കിയ ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്താനാണ് തീരുമാനം. ഇംതിയാസ് കരീമുണ്ട്. ഇംതിയാസ്, ഭാര്യയുടെ പരാതിയുടെ ഉള്ളടക്കം എന്താണ്? സ്വാഭാവിക മരണം എന്ന പരാതിയിലാണല്ലോ ഇപ്പോൾ തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. എപ്പോൾ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കും? രതീഷ്, ഖബർസ്ഥാനിൽ നിന്ന് ഖബർ തുറന്ന് അസീമിന്റെ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ ഇപ്പോൾ തോപ്പയിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഫോറൻസിക് വിഭാഗവും അതുപോലെ തന്നെ വെള്ളയിൽ പോലീസ് അടക്കമുള്ള സംഘമാണ് ഇവിടെ അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇതിൽ ഈ ഭാര്യയുടെ പരാതി എന്ന് പറയുന്നത് കഴിഞ്ഞ 6-ാം തീയതിയാണ് ഈ അസീം എന്ന് പറയുന്ന കോണാട് സ്വദേശി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വളരെ അവശനായിട്ട് വരുന്നു. അങ്ങനെ കിടന്നുറങ്ങുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഭാര്യ ഇയാളെ വിളിച്ചുണർത്തിയ സമയത്ത് ഉണർന്നിരുന്നില്ല, എണീറ്റിരുന്നില്ല, അബോധാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഭാര്യയും അവിടെയുള്ള മറ്റു ബന്ധുക്കളും ഒക്കെ ഇടപെട്ട് കോഴിക്കോട്ടെ ബീച്ച് ആശുപത്രിയിലേക്കാണ് ആദ്യം ഈ അസീമിനെ എത്തിക്കുന്നത്. അങ്ങനെ എത്തിച്ച് അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടി പറയുന്നു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയും ചെയ്തു. അവിടെ വെച്ച് ഈ തലയിൽ ചെറിയ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട് എന്ന് അവിടുത്തെ ഡോക്ടർമാർ കണ്ടെത്തുകയും അതേ തുടർന്ന് ശസ്ത്രക്രിയ വേണമെന്നൊരു ആവശ്യവും ഉന്നയിച്ചിരുന്നു. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയ്ക്കാണ് ഈ അസീമിന്റെ മരണം സംഭവിക്കുന്നത് എന്നാണ് പ്രാഥമികമായി ഇവരുടെ കുടുംബവും പോലീസും ഒക്കെ നമ്മളോട് പറയുന്നൊരു കാര്യം. ഇതിലിപ്പോൾ അസ്വാഭാവിക മരണത്തിന് FIR-ഉം ഇട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അസീമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തില്ല എന്നുള്ളതാണ് കാര്യം. തൊട്ടടുത്ത ദിവസം തന്നെ അന്ന് 6-ാം തീയതി കഴിഞ്ഞ് പുലർച്ചെ ഇവിടെ തോപ്പയിൽ ജുമാ മസ്ജിദ് ആദ്യം വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ജുമാ മസ്ജിദിൽ എത്തിച്ച് അവിടെ ഖബർസ്ഥാനിൽ ഖബറടക്കുകയുമാണ് ചെയ്തത്. അതിനുശേഷമാണ് ഭാര്യ തന്നെ ഒരു പരാതിയുമായിട്ട് പോലീസിൽ എത്തുന്നത്, ദുരൂഹത ആരോപിച്ചുകൊണ്ട് എത്തുന്നത്. ആ ദുരൂഹത ആരോപിച്ചതിനെ തുടർന്നാണ് വീണ്ടും ഇത് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വെള്ളയിൽ പോലീസ് എത്തിയത്. തഹസിൽദാറുമായി ബന്ധപ്പെട്ട് അതിനുള്ള അനുമതിയും ഇപ്പോൾ പോലീസ് വാങ്ങിക്കുകയും ചെയ്തു. അതേ തുടർന്നാണ് ഇപ്പോൾ അത് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തണം, ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ അതല്ലെങ്കിൽ മർദ്ദനമോ മറ്റോ ഏറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്ന രീതിയിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നത് വെള്ളയിൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇദ്ദേഹം മദ്യം കഴിക്കുന്ന ആളായിരുന്നു എന്നുള്ള ഒരു സൂചനയൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ മറ്റു തർക്കങ്ങളോ ആ തർക്കങ്ങൾക്കിടയിൽ മർദ്ദനമോ ഏറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടെയാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. അതിന്റെ പ്രാഥമിക ഘട്ടമാണ് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. ആ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ഇതിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുക. മരണം കൊലപാതകമാണോ, എന്താണ് അസ്വാഭാവികത തുടങ്ങിയ കാര്യങ്ങളിലെ അന്വേഷണമാണ്. അതിന്റെ നടപടികളുടെ ഭാഗമായാണ് ഇപ്പോൾ പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ഇംതിയാസ് കരീമാണ് ആ വിവരങ്ങൾ കോഴിക്കോട് നൽകിയത്.